ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ വലിയ പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രോ ഒക്കെ എടുത്തിട്ട് സെറ്റാക്കിയാൽ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ സെറ്റായി പോകുമല്ലോ, അതിനെക്കൊണ്ടേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പള്ളിയിൽ പോണ വീഡിയോയും അതായത് നമ്മൾ ഷമീർ ഖാനോടൊക്കെ പോയിട്ടുണ്ടല്ലോ, ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ ലൈക്ക് അടിച്ചോളി, ഷെയർ ചെയ്തോളി, ആ സബ്സ്ക്രൈബൊക്കെ ഒന്ന് നെക്കി വെച്ചോളിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ചായ കുടിക്കാൻ പോവാണ്, എന്നിട്ട് കുളിച്ച് മാറ്റി സെറ്റാണ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണ്. ഇനി ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് സെറ്റാവണം കേട്ടോ. ഇത് ചായ കുടിക്കണം എന്നിട്ട് കുളിക്കണം, അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചാട്ടെ, എന്നിട്ട് കാണാൻ നമുക്ക്. ഇതാ പുതിയ ഷൂസൊക്കെ വാങ്ങിക്കുന്നു കേട്ടോ, അതുകൊണ്ടില്ലേ മറ്റേ ഷൂസൊക്കെ പൊളിഞ്ഞോ. അതിനെക്കൊണ്ട് ഇതാ പുതിയ നല്ല ഒരു ഷൂസൊക്കെ ആയിട്ട് വാങ്ങി. ഞാൻ എന്തായാലും അടി കളറൊക്കെ അയച്ചു. എങ്ങനെയുണ്ട് നോക്കി, രസമല്ലേ, സാധനം രസമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. നമ്മൾ എന്തായാലും കുളിക്കാം. നിസ്കാരം 8 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ എന്തായാലും ഇപ്പോൾ 6:15 ഉള്ളൂ. ഇനി എസുടി കഴിഞ്ഞിട്ട് ഒരു 7 ആകുമ്പോഴേക്ക് എന്തായാലും മാറ്റണം, 2 ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ നീ എന്തായാലും കുളിക്കട്ടെ. പിന്നൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഒരു സങ്കടമായിട്ടുള്ള കാര്യം എന്താ അറിയോ, നമ്മളെ ഉമ്മ കഴിഞ്ഞ ഇരുന്നാളിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മ വന്നില്ലല്ലോ. അപ്പോൾ അത് നല്ലൊരു സങ്കടമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വല്യപ്പോൾ ഇവിടെയാണ് നിൽക്കല്, അതായത് ഉമ്മ മരിച്ച് കഴിഞ്ഞേരം വല്യപ്പോൾ പിന്നെ ആടെ ഒറ്റയ്ക്ക് വല്യപ്പൻ നിർത്തല്ല, വല്യപ്പോൾ ഇതാ ഇവിടെയാണ് നിൽക്കല്. ഇത് വല്യപ്പൻ്റെ ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാണ്. വല്യപ്പോൾ പോവാണ്, വല്യപ്പോൾ ചൂലാമേൽ പള്ളിയിൽ പോയിട്ട് അവിടെ നിസ്കരിക്കലാണ്. പിന്നെ രാത്രി ഓട്ടോറിക്ഷയൊക്കെ പോയി കിടക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് സെറ്റാക്കിയിട്ടെ. എന്തായാലും നമുക്ക് പള്ളിയിൽ പോയിട്ട് ഉസ്താദിനൊക്കെ ഒരു വീഡിയോ എടുക്കണം. ഉസ്താദിനെ പിന്നെ ഷമീർ ഖാൻ്റെ പുറയിലൊക്കെ ഒന്ന് പോകണം ഞാൻ വിചാരിക്കുന്നേ. ഇതൊറ്റ കൈ കൊണ്ട് നിഷ്പ്രയാസമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കർട്ടനൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. വലിയ അവിടെ ഉണ്ട്, കുഞ്ഞ് വലിയപ്പോൾ മാറ്റി സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ പോകും ഞാൻ പിന്നെ ചേഞ്ചാലിൻ്റെ അടുത്തുള്ള പള്ളി തന്നെയാണല്ലോ പോകല്. ഓക്കെ, രാവിലെ തന്നെ ഇതാ പണി അറിയുക. നമ്മൾ ഈ ഷർട്ടൊക്കെ ആകുമ്പോൾ അതിൽ ഇതുണ്ടാവില്ല, പൈസ തൂക്കിയിട്ട സാധനം ഇതാ വെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുക. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ കിട്ടി ഇങ്ങനെ വെട്ടു. കണ്ടു ഞങ്ങൾ എന്തേത്തെ ഒരു കഥ അല്ലേ. വലിയപ്പതാ ചൂരാമേൽ പള്ളിയിലേക്ക് പോയി. ഇനി നമ്മൾ ഇവിടുന്ന് കുളിച്ചാൽ ചേഞ്ചാല് പള്ളിയിലേക്കാണ് പോകാൻ പോണേ. എത്ര നേരം കുളിക്കട്ടെ അറിയില്ലേ, നീ കുളിച്ചോരെ. എന്തായാലും നമ്മൾ മാറ്റി ഇതാണ് കേട്ടോ. ഞാൻ എടുത്ത പാൻറ്റ് ഷർട്ട് ഒരു ഷൂസ് വാങ്ങിക്കിന്. അപ്പോൾ എന്തായാലും മാറ്റിക്കണ്. നമ്മൾ പിന്നെന്താ പറയാനുള്ളത്, ഉമ്മല്ലാത്ത ചെറിയൊരു സങ്കടം ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നീ മുറ്റത്തിന് 2 ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ പള്ളിയിലേക്കാണ് പോകാൻ പോകണം കേട്ടോ. അപ്പം ദിസ് ഈസ് എൻ്റെ ഷർട്ട്. ഓക്കെ, നമ്മളിതാ പള്ളിയിലേക്ക് ഇറങ്ങിക്കുന്നത്. പള്ളിയിൽ തക്ബീറെല്ലാം തുടങ്ങിക്കുന്നത്. ഇവിടുന്ന് കേൾക്കാം നമുക്ക്. ഇനി എന്തായാലും അവിടെ പോയിട്ട് സെറ്റാക്കാം നമുക്ക്. നമ്മൾ പള്ളിയിലെത്തി, കണ്ടില്ലേ ചേഞ്ചാൽ ആരും എത്തി തുടങ്ങിയില്ല കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങാം. ഷൂ ഇവിടെ അയച്ചേക്കാം. ഇവിടെ എഴുതി വെച്ചോക്കി ഒരു വാച്ച് വീട് ഇട്ടിട്ടുണ്ട്. വാച്ച് അമ്മ വല്ല ചാവിയാലോ ഓലോ ചോദിച്ചാലോ. അപ്പോൾ എന്തായാലും ഷൂ ഇവിടെ ഊരിയേക്കാൻ പോകാട്ടോ. നമ്മളെ പള്ളിയിലെത്തിക്കുന്നത്, നമ്മളെ ചേരിച്ചാല് പള്ളിയിൽ. അപ്പോൾ അതാണ് നമ്മളെ സ്വന്തം റഫീഖ് ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ കൊണ്ട് നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ 2 വാക്ക് എന്തെങ്കിലും പറയിപ്പിക്കാം. ഉസ്താദ് നമ്മളെ വീഡിയോക്ക് 2 വാക്ക് തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ഈദ് മുബാറക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും സ്മരണകളായി ഇറക്കിക്കൊണ്ട് വന്നെത്തിയ ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. واختاره من الأنام وكلفه بالشهادة والصلاة والصيام والزكاة. പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കുന്നത്. ഓക്കെ, നമ്മളിതാ ഷമീർ ഖാൻ്റെ വീട്ടിലേക്ക് പോവാണ്. പള്ളി നേരെ മുന്നേ തന്നെ അതിനെക്കൊണ്ടേ ഷമീർ ഖാൻ്റെ വീട്ടിലേക്ക് പോകാൻ എളുപ്പമാണ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടോ. ഇനി ഇവിടെ പോയി പായസം കുടിക്കാം. ആരും ഷമീർ ഖാൻ്റെ വീടിന് മുറ്റത്ത് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഷമീർക്ക് ഒരു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാവും, വീഡിയോ എടുക്കലൊക്കെ ഉണ്ടാവും. അങ്ങനെ കാണി കണ്ടില്ലേ നിങ്ങൾ. വലിയ ആളായിരിക്കണം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മളിതാ പരിപാടി പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ഷമീർ ഖാൻ്റെ എല്ലാ കൊല്ലവും പെരുന്നാൾ പായസത്തിനും ഒക്കെ ഇവിടെ ഉണ്ടായും. അപ്പോൾ ഷമീർ ഖാനെ കൊണ്ട് എന്തായാലും നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ 2 വാക്ക് പറയിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും
സഹനത്തിന്റെയും സ്മരണകൾ ഉയർത്തി വീണ്ടും ഒരു വലിയ പെരുന്നാൾ കൂടി എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഞങ്ങളുടെ വലിയ പെരുന്നാൾ ആശംസകൾ. നമ്മൾ കവറുമ്പൊക്കെ ദ്വാരക്കാൻ പോകട്ടോ. നമ്മളെ കാരന്തൂര് നമ്മൾ കാരന്തൂര് പള്ളിൻ്റെ അടുത്ത് ഇവിടെ കവർ സ്ഥാനത്ത് കയറിയിട്ടൊന്ന് ദ്വാരുന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് പോകട്ടോ. അപ്പോൾ എന്തായാലും ദ്വാരുന്ന് വരാം. ഇത്തേ നമ്മളിതാ ഫുഡ് വാങ്ങാൻ പോവാണ്. അത് കാരന്തൂര് റൈദാനല്ലേ, ആ റൈദാൻ്റെ അടുത്ത് പോയിട്ട് മന്തി ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു 44 ടോക്കന്. അങ്ങനെ ഒന്ന് ടോക്കനൊക്കെ 44 ആൾക്കാർ ഫുള്ള് മന്തി ബുക്ക് ചെയ്തിരിക്കുക. എന്തായാലും ഇവിടെ പോയി വാങ്ങി. ഇവിടെ ആണ് കേട്ടോ നമ്മൾ മന്തി പറഞ്ഞേ. അവിടെ കയറിയാൽ നമ്മൾ ടോക്കൺ നമ്പർ എത്ര പറഞ്ഞെടുത്താൽ സാധനം കൂടെ കിട്ടും. പക്ഷെ ഇന്നിവിടെ കൂട്ടിയതാണ്, ഇന്നിവിടെ പാർസൽ മാത്രം. എന്തായാലും ഇതാ നമ്മൾ ഫുള്ള് പൊള്ളിച്ച മന്തി ആയിട്ട് പോകുന്നു. ഇനി നേരെ പുറേ പോയിട്ട് ചൂലാമേൽ നമ്മൾ ഉമ്മമ്മേൻ്റെ കവർപ്പെടുത്തൊക്കെ ഒന്ന് പോകണം. ഇപ്പം നമ്മളിതാ നമ്മൾ പുറയിലെത്തി ഒന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ചൂലാമയിലേക്കൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്. 4 ഫോട്ടോ എടുക്കാൻ പോകണം. അങ്ങനെ കണ്ടിട്ടോ നമ്മളെ കൺസെപ്റ്റിൽ ഇതാ വെനോടി. നീ പുറേന്ന് ഇപ്പം അവിടെ ഇറങ്ങി നമ്മൾ ഇനി വണ്ടിമേൽ ചൂലാമയിലേക്ക് പോവാണ്. ചൂലാമയിൽ ഉമ്മമ്മേൻ്റെ കവർപ്പെടുത്ത് പോയില്ലല്ലോ. അപ്പോൾ ഉമ്മമ്മേൻ്റെ കവർപ്പെടുത്ത് എത്തിയിട്ട് കാണട്ടോ. അവിടെ കയറി ദൂരന്നിട്ട് അങ്ങിലും ഒന്ന് കയറി വേഗം വരാം. അപ്പോൾ ചൂലാമയിൽ എത്തിയിട്ട് കാണാം. പെട്രോൾ ഇരുന്നൊരു പരിപാടി എപ്പോഴും ഉണ്ട്. ആ പമ്പ് കയറ്റിക്കണ്. ഇനിയിപ്പോൾ പെട്രോൾ അടിക്കണോ മനസ്സിലായില്ലേ? ആ കാറൊന്ന് അടിച്ചാൽ നമുക്ക് അടിക്കാം. ഇവർ എത്ര നേരത്തെ ഫുള്ളാക്കാൻ തോന്നുന്നു കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലൊരു 50 റുപ്യക്ക് അടിക്കാം. എന്തായാലും നമ്മൾ ചൂലാമയിൽ കവർപ്പെടുത്തെത്തി. ഉമ്മമ്മേൻ്റെ അടുത്തൊന്ന് പോയി ദൂരന്നിട്ട് വരാം. ഉമ്മമ്മേൻ്റെ അവിടെ എത്തി. ഇവിടെ ഉമ്മമ്മല്ലാത്ത നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇവിടെ വലിയപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ മാമൻ്റെ വീടാണ് അവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മാമൻ്റെ അവിടെ ഒന്ന് കയറിയിട്ട് പോവാം നമുക്ക്. അവിടുന്ന് നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ നമ്മളെ ആടുന്ന് അടുത്തുള്ള വരെ നമ്മളിതാ കോഫി അടിച്ചുകൊണ്ട് കേട്ടോ. കോഫി ഇനി കുറേ സ്ഥലത്ത് പോകണം. എന്തായാലും അവിടെയും ഇവിടെയും കയറി. അപ്പോൾ എന്തായാലും ഇവിടെ കയറണമല്ലോ. ഇനി എന്തായാലും ഇവിടെ വെറുതെയൊക്കെ ഒന്ന് കയറി പോവാം. അല്ലെങ്കിൽ നമുക്കൊരു വിഷമല്ലേ. ഇതായി നമ്മളെ ചങ്ങായിൻ്റെ പുരയിലേക്ക്, സുഹായിൻ്റെ ആ പുരയിലേക്കാണ് പോകാൻ പോണത്. ഇനി അവൻ്റെ അവിടെ നിന്ന് പോയി ഒന്ന് പായസം കുടിച്ച് വരാം. നമ്മളിങ്ങനെ പോകാൻ കേട്ടോ. നമ്മൾ ചങ്ങായി സുഹൈലിൻ്റെ വീട് ഇവിടെ കയറി സെറ്റാക്കാം. അന്തളം അല്ല ഐസ് ക്യൂബ് ഇട്ടായി. ആ ഉണ്ടെങ്കിൽ ആ മതി. ഇപ്പോൾ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലെത്തി. ഇവിടുന്ന് ഐസ്ക്രീം ഒന്ന് കേട്ടോ. ഐസ്ക്രീം ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാണ്ട്. ഇവിടെ മീനുണ്ട്. ഞാൻ കാണിച്ചതേ, നിങ്ങൾ കണ്ടില്ലേ? സൈഡിലൊക്കെ മീനുണ്ടോ? ഇവിടെ ഉള്ള കേട്ടോ. ലൈക്ക് അത്യാവശ്യം എല്ലാ കുടുംബക്കാരാടെയും നമ്മൾ പോയി കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ നേരെ പുറക്ക് പോയിട്ട് ഏസടക്ക് പോയി കിടക്കാൻ പോവാ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതാ നമ്മൾ പുറത്തെത്തി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്ന് ഓൾ ഓപ്ഷൻ ഇട്ട് നമ്മൾ പുതിയ വീഡിയോ ഇടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക.